നമ്മുടെ ഇന്ത്യൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. രണ്ട്, നമ്മുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് തന്നെ എക്സാമിനേഷൻ ഡേറ്റ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശിപ്പായി ഫാർമ പോലുള്ള ഹവിൽദാർ എഡ്യൂക്കേഷൻ അതിൻ്റെയൊക്കെ എക്സാമിനേഷൻ നടക്കുന്നത് 11 ജൂൺ 2026 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 മെയ് 2026 ഈവനിങ് മുതൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അതുപോലെ തന്നെ ആർമി ട്രേഡ്സ്മാൻ 10th പാസ്, ഇതിൻ്റെ 1-2 ജൂൺ 2026 നടക്കുന്നത്. ഓൾറെഡി അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. 18 മെയ് 2026 ഈവനിങ് മുതൽ അത് റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പലർക്കും 15-ാം തീയതി മുതൽ ലഭിച്ചിട്ടില്ല. കാരണം ഇങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ 10th പാസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആർമി അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ 10th പാസ്, അത് 3-4 ഡേറ്റുകളിലും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1, 2, 3, 4 ഡേറ്റുകളിലാണ് നടക്കുന്നത്. അപ്പോൾ 3ഉം 4ഉം കിട്ടുന്നവർക്ക്, ഡേറ്റ് കിട്ടുന്നവർക്ക് 19 മെയ് 2026 ഇന്ന് വൈകുന്നേരം മുതലായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചു തുടങ്ങുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇന്ന് മുതലാണ് ലഭിച്ചു തുടങ്ങുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അഗ്നിവീർ 10th പാസ്, ആർമി ടെക് പോലുള്ള പോസ്റ്റ് 5 മുതൽ 8 വരെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിലും ഉണ്ട് GD പോസ്റ്റ്. GD ഒരുപാട് ദിവസങ്ങൾ നടക്കുന്നുണ്ട്, അതിലും GD പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ 20 നാളെ വൈകുന്നേരം മുതൽ 20 മെയ് മുതലാണ് അത് ലഭിച്ചു തുടങ്ങുക. ബാക്കിയുള്ള പോസ്റ്റുകൾ ജനറൽ ഡ്യൂട്ടി പിന്നെയും റിമൈനിങ് ആയിട്ടുള്ള ബാക്കിയുള്ള GD പിന്നെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ അഗ്നിവീർ 8th പാസ്, ട്രേഡ്സ്മാൻ്റെ 8th പാസ്, സോൾജർ ടെക്, അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസ്, പെൺകുട്ടികൾ അപ്ലൈ ചെയ്യുന്ന വുമൺ മിലിറ്ററി പോലീസ്, പിന്നെ ക്ലർക്ക്, പിന്നെ SKT, ഈ പോസ്റ്റുകൾക്കെല്ലാം 9, 10, 12 ജൂൺ 2026 പരീക്ഷ നടക്കുന്നത്. അപ്പോൾ 21 മെയ് 2026 മാത്രമേ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യത്തുള്ളൂ. സോ ഇതിനൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തായ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ചാനലുണ്ട്, വാട്സപ്പ് ചാനലുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെയൊക്കെ സ്റ്റോറിൻ്റെ ആക്സസ് ലഭിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാം. കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നേവീൻ്റെ എക്സാമിന് വരെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പലരും അത് പറയുന്നില്ല, കുറച്ചെങ്കിലും ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളത് പറയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ടീമിൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തിട്ട് അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങാം. ഡയറക്റ്റ്ലി ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാട്സപ്പിലൂടെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റോറുണ്ട്, താഴെ സ്റ്റോറിൻ്റെ ലിങ്കും ഉണ്ട്, അതിലൂടെ വാങ്ങണമെന്നുണ്ട്, അങ്ങനെയും വാങ്ങാം. രണ്ടിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ക്ലർക്കിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ആർമി ക്ലർക്കിൻ്റെ ഫൈനൽ റിസൾട്ട്, നമ്മുടെ കാലിക്കറ്റ് എയറോൻ്റെ റിസൾട്ട് ആയിട്ടുണ്ട്. ബാക്കിയുള്ള ട്രേഡ് GD അതൊക്കെ റിലീസ് ചെയ്യും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ആവശ്യമാണ് നിങ്ങൾക്ക് സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. ഓരോ പോസ്റ്റ് ഓരോരുത്തർ ക്ലിയർ ആയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയും പിള്ളേർ നമ്മുടെ ഇതിലുള്ളൂ. കാലിക്കറ്റ് എയറോൻ്റെ കീഴിൽ ഇത്രയും പിള്ളേരാണ് വന്നിട്ടുള്ളത്, ഇത്രയും കുട്ടികളാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത്രയും കുട്ടികളാണ് വന്നിട്ടുള്ളത്. 16 മെയ് 2026 ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അഡ്മിറ്റ് കാർഡിൻ്റെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ വാട്സപ്പിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. സോ ഇതാണ് നമ്മുടെ ആർമീൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്ന സെക്ഷൻ. ഫൈനൽ റിസൾട്ട് നിങ്ങൾ ആർമീൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണിത്. എല്ലാം ആർമീൻ്റെ സൈറ്റിൽ തന്നെ ലഭിക്കുന്നതാണ്. നമ്മളിപ്പം പറഞ്ഞ അഡ്മിറ്റ് കാർഡും എല്ലാം നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്താൽ ലഭിക്കുന്നതാണ്. അവിടെയാണ് ഈ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയ് 15 മെയ് 16 വന്നിട്ടുള്ള അപ്ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിലാണ് നമ്മുടെ കാലിക്കറ്റ് എയറോൻ്റെ ഉൾപ്പെടെ ഉള്ളത്, ഫൈനൽ റിസൾട്ട് ഉൾപ്പെടെ ഉള്ളത്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ ആർമീൻ്റെ ബാക്കിയുള്ള റിസൾട്ടൊക്കെ ഉടനെ വരും. നിങ്ങൾ റെഗുലർലി ഫൈനൽ റിസൾട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളത് വരുന്നതായിരിക്കും. പിന്നെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പഠിക്കാനുള്ള, ഞാൻ പറഞ്ഞ പോലെ പഠിക്കാനുള്ള PDF മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴ്ന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. താങ്ക് യു.